He remember me. You remember me, yeah? Last time, ഞാൻ വിചാരിച്ചു എന്നെ ഓർക്കുന്നില്ല. So he also was there last time. ഞാൻ പറഞ്ഞു കിട്ടി. ഇപ്പൊ അങ്ങോട്ട് വന്നു. Don't forget Osaka Castle, from Osaka Castle, okay? സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ, സോ നമ്മള് ഗുഡ് മോർണിംഗ് സുനിലെത്തി. ഓക്കെ, നമ്മളിന്ന് ഒസാക്ക കാസിൽ കാണാൻ പോകുന്നു. ഓക്കെ, സെക്കൻഡ് ഡേ ശേഷം. ഓക്കെ, സോ സെക്കൗട്ട് അയ്യോ, ഞാന് ഒരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നുപോയി അവിടെ. ഓക്കെ, ഇനിയിപ്പോ വന്നിട്ട് ചോദിക്കാം. അപ്പൊ ഇപ്പം ചെക്കൗട്ട് ടൈമിന്റെ തിരക്കാണ്. പ്ലസന്റ് ഡേ, ബൈ ഗോഡ് ഗ്രേസ്. ഇങ്ങനെയൊക്കെ നിന്നാ മതി. ഓക്കെ, നൈസ് ടു മൂവ് അറൗണ്ട്. അപ്പൊ നമുക്കിന്ന് അവിടെ ചെന്നിട്ട് കാണാം ബാക്കി കാര്യങ്ങളൊക്കെ. സോ ഇവിടുന്ന് എനിക്ക് 22 മിനിറ്റ്സ് ഉള്ളൂ. ഓക്കെ, ട്രെയിനിങ്. സ്റ്റേഷനെത്തി. ജോക്കയിലാണ് ഞാൻ വന്ന സ്റ്റേഷൻ. സോ ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ. ഇത് ഒസാക്ക ജോക്കയിന്, അതായത് എൻ്റെ ഒസാക്ക സ്റ്റേഷനിൽ നിന്ന് വെറും 4 മിനിറ്റ്സേ ഉള്ളൂ എനിക്ക് ഈ സ്റ്റേഷനിൽ. അതായത് ഈസിയസ്റ്റ് വേ. അതാണ് ഓടി ഒസാക്ക സ്റ്റേഷനിൽ വന്നത്. അതല്ലെങ്കിൽ സബ്വേ ഉണ്ടായിരുന്നു അവിടെ. എതിലെ പോയാലും എത്തും. ഓക്കെ, കുറച്ച് ഫ്യൂ മിനിറ്റ്സ് ഒക്കെ അങ്ങോട്ട് കിട്ടും, അതൊന്നേ ഉള്ളൂ. അപ്പം ഞാനിവിടെ വന്നിട്ട് ട്രെയിൻ പോകുന്നുണ്ട്. ഒസാക്ക ലേഡിയാണ് ഇവിടുത്തെ പൈലറ്റ്. ഇനി ഇവിടുന്ന് കാസിലോട്ട് പോണം. ഓക്കെ, സോ ലാസ്റ്റ് ടൈം വന്ന് നേരെ സ്റ്റേഷനിൽ ഇറങ്ങി ഇങ്ങ് പോയി. ഒന്നും അറിയാൻ വയ്യാതെ പോകുമ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഓക്കെ, ഇതിപ്പോൾ സെക്കൻഡ് ടൈം ആകുമ്പോഴെനിക്ക് കൺഫ്യൂഷൻ, അതായത് എന്തെങ്കിലും ഒരു ഇത്തിരി അറിയാൻ തുടങ്ങുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. മറ്റേ ഒന്നും അറിയാതെ അങ്ങ് വിട്ടടിച്ചു. ഓക്കെ, ഇത് ഒസാക്ക ജോക്കൈൻ എന്നാണ് ഈ സ്റ്റേഷന്റെ പേര്. ഓക്കെ, ഒസാക്ക ജോക്കൈൻ, ജോക്കി. ഓക്കെ, സ്റ്റേഷനിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് ഞാൻ സെയിം സ്റ്റേഷനിൽ തന്നെയാണ് വന്ന് ഇറങ്ങിയെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, സോ അന്ന് ഞാൻ ഇതുപോലെ ഇവിടെ വന്ന് നിന്നിട്ട് എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രാവിലെ വന്നു. ഓക്കെ, ആ ഒസാക്ക ജോക്കൈൻ സ്റ്റേഷൻ എന്നൊക്കെ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞു. പിന്നെ ഞാൻ മറന്നുപോയി. ഓക്കെ, ജോക്കൈനൊക്കെ മറന്നുപോയി. സോ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്നാ അറിയില്ല എന്നും പറഞ്ഞ് ഇവിടെ നിന്നായിരുന്നു. ഓക്കെ, നൗ ഐ ഡോണ്ട് ഹാവ് എനി കൺഫ്യൂഷൻ.
ഹാവ് ടു ഗോ സ്ട്രേറ്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒസാക്കയിൽ വന്നിട്ട് ഒസാക്ക ജോക്കിയൻ സ്റ്റേഷൻ എടുത്താലായിരിക്കും ഈസിയസ്റ്റ് വേ. ആദ്യമായിട്ട് വരുന്നവർക്കുള്ള ഇൻഫർമേഷൻ ആണ്. ഓക്കെ, സോ ഒസാക്ക ജോക്കിയൻ സ്റ്റേഷൻ, അവിടുന്ന് വാക്ക് ഉള്ളൂ. അന്ന് ഇതേപോലെ നല്ല വെയിലായിരുന്നു, പക്ഷെ ഇതിൽ നല്ല ചൂടായിരുന്നു. മെയ് ജൂണായിരുന്നു. കാസിൽ ഇനി ഞാൻ ഒന്നുകൂടെ എന്താ പറയാ എല്ലാം എടുക്കേണ്ടി വരും. കാരണം വീഡിയോസ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്, പ്രഷ്യസ് ആയിട്ടുള്ള എല്ലാം ഉണ്ട്. ഓൾറെഡി എൻ്റെ കയ്യിൽ ടൺ കണക്കിന് കണ്ടൻസ് ഇരിക്കുന്നു, ഞാനിങ്ങനെ നടക്കുന്നു. ഓക്കെ, സക്കൂറ ഒന്നും ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ട്രെയിനകത്ത് ഇങ്ങനെ തികഞ്ഞു പോകുന്നു സക്കൂറ. ഓക്കെ, സോ സക്കൂറ നമ്മൾ വന്നാലും സക്കൂറ എടുക്ക വന്നിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അവിടെ ട്രെയിനിൽ ഇങ്ങനെ കാണാൻ സൈഡിൽ ഇങ്ങനെ എന്തുവാ ഇപ്പം ഫുൾ ബ്ലൂമായി എല്ലായിടും. ടോക്കിയോയിലൊക്കെ ഇന്ന് ന്യൂസിലുണ്ടായിരുന്നില്ല, ഓൾമോസ്റ്റ് ഫുൾ ബ്ലൂമായി. ഞാൻ പോയ റോപ്പോഞ്ചി ഹില്ലൊക്കെ അന്ന് ഒന്നുമില്ലായിരുന്നു, ഒരു മരം ആദ്യമായിട്ട് അന്നാണ് കണ്ടത്. ഓക്കെ, പക്ഷെ ഇത് ഇവിടെ തന്നില്ല, ഇതിപ്പോൾ ഒരു മരം അങ്ങോട്ടുണ്ട്. അകത്ത് പാർക്കുണ്ട്, നല്ല പാർക്കുണ്ട്, നല്ല പാർക്ക്, നല്ല ബ്യൂട്ടിഫുൾ പാർക്ക് ഒസാക്കയുടെ. പിന്നെ അന്ന് എനിക്ക് ഒരുപാട് എന്താ പറയുക ചെറിയ ചെറിയ ഇത് കിട്ടിയായിരുന്നു. നല്ല ട്രെയിൻ, കുഞ്ഞു കുഞ്ഞു ട്രെയിനുണ്ട് ഇത് പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് എന്താ പറയുക ട്രാമിനകത്തൂടെ പോകുന്നത്, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. സോ ഇവിടെ ഷോപ്സുകൾ, റെസ്റ്റോറൻറ്റ്സുകൾ ഒരുപാടുണ്ട്. ഓക്കെ, നല്ലൊരു പൂച്ചക്കുട്ടിയുടെ എന്താ പറയുക ഒക്കെയുള്ള ടീഷർട്ടുള്ള ഇതൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ എല്ലാം നല്ല ഭയങ്കരമായിട്ട് ഇതാകും, ക്രൗഡാകും. ഓക്കെ, സോ ഇവിടെയൊക്കെ ഇതിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കാസിൽ ഒസാക്ക എല്ലാം ഒരുമാതിരി കാസിൽ ഗാർഡനാണ്. അതാ ട്രെയിൻ വന്നു. വൺ സെക്കൻഡ് ഞാൻ പറഞ്ഞിട്ട് കിട്ടി, ഇപ്പൊ അങ്ങോട്ട് വന്നു. കാസിൽ കൊണ്ടുപോകുന്ന ട്രെയിനിൽ. ഓക്കെ, കുഞ്ഞു ട്രെയിൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴെങ്കിലും ഒന്ന് വിശ്വസിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയാ ഇതായിരുന്നു. ഓക്കെ, അതിന്റെ ഫ്രണ്ടിൽ പോയി നിന്നെടുത്തായിരുന്നു ഞാൻ കഴിഞ്ഞ തവണ. ഇപ്പോഴും പോയി ഫ്രണ്ടിൽ പോയി ഒരു ഫോട്ടോ എടുത്തിട്ട്. ഓക്കെ, ദൂരെ കാണുന്നതാണ് സ്റ്റേഷൻ. ഓക്കെ, സ്റ്റേഷന്റെ ബ്രിഡ്ജ് കാണാം, ബ്രിഡ്ജിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നത് കാണാം. കണ്ടോ, അത്രയേ ഉള്ളൂ. സോ ഇതാണ് ലാൻഡ്മാർക്ക് പിയർ. ഓക്കെ, എവിടെയുണ്ട് സ്റ്റാർബക്സിന്റെ കോഫി, പക്ഷെ ഇങ്ങോട്ട് കിട്ടുമ്പോഴത്തേക്ക് അങ്ങ് തണുത്തിരിക്കും. ഓക്കെ, ക്രീമാണെങ്കിൽ അവിടെ. ഓക്കെ, പിയർ. Fountain is not working. We can wait more. Okay. അറിയില്ലടാ, അവിടെ പിയർ കണ്ടോ, പിയർ അവിടെ നിന്ന് നേരെ ലെഫ്റ്റ് എടുത്തോണ്ട് കഴിഞ്ഞാണ് എനിക്ക് വന്നപ്പം നല്ലൊരു ഈഗിളിനെ വെച്ചുകൊണ്ട് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. ഞാനത് റീൽസൊക്കെ ഇട്ട് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു, ഞാൻ തൊട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, FB-യിലോ ഇൻസ്റ്റയിലോ ഒക്കെ ഉണ്ടായിരുന്നു 10 മാസം മുമ്പ്. months back. So we'll repeat again here. ഇതിലെയൊക്കെ ഭയങ്കര ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. പ്ലം ഗ്രൂവ് ഉണ്ട്, പീസ് ഗ്രൂവ് ഉണ്ട്,
എല്ലാം ഉണ്ട് ഒസാക്ക കാസിലോട്ട് പോകുന്നിട്ട്. പക്ഷേ ബോർഡ്, എൻട്രൻസ് ബോർഡ്. ഓക്കെ, സോ ഇവിടെ ഈ എൻട്രൻസിൻ്റെ ഇവിടെ വെച്ചായിരുന്നു ഈഗിഡ് ഷോ. ഓക്കെ, അന്ന് എനിക്ക് ഒരു ജാപ്പനീസ് പയ്യൻ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെ വന്നപ്പോൾ ആ ഈഗിൾ മാനെ ഓർക്കുന്നു ഞാൻ പേടിച്ച് ആട്ടെ ബ്യൂട്ടിഫുൾ സീ. ഇതിന്റെ എന്താ പറയാ, ഈ കിടങ്ങ് പോലെ ഇതില്ലേ, അതിന്റെ ആ ബോട്ട് പോന്നു. ഒരു മിനിറ്റ് സ്വപ്ന ബോട്ട് കാണിച്ചു തരാം. ഇതുമൊക്കെ ഞാൻ കഴിഞ്ഞ ആദ്യം ഇവിടെ ഉണ്ട്, അവിടെ ബോട്ട് ഇതിന്റെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു റൗണ്ട് കറങ്ങി വരും. സോ അത് കാണിക്കാൻ ഓടിയത്. ഇനിയും ബോട്ട് ഇങ്ങനെ വരും ഇതായിട്ട്. നമുക്ക് അതിന്റെ ടോപ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒക്കെ ഇങ്ങനെ കുഞ്ഞു പോലെ നിൽക്കാൻ ജനം നിൽക്കുന്ന കാണാം. ഈ ബോട്ട് പോകുന്നത് കാണാൻ ഞാൻ സൂം ചെയ്തൊക്കെ എടുത്തായിരുന്നു മേളിൽ നിന്ന്. അതിന്റെ കളർ കുറച്ചുകൂടെ മങ്ങിയല്ല, സ്വർണ്ണ കളറായിരുന്നു. ഓക്കെ, സ്വർണ്ണ ബോട്ടല്ല. പിന്നെ ഈ കാസിലിന്റെ എന്താ പറയുക, കാസിലിന് 56 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. ഓക്കെ, ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞ 15th സെഞ്ച്വറിയുടെ 1596 ആണ് കേട്ടോ. ലാസ്റ്റിലാണ് ഇത് ബിൽറ്റ് ചെയ്തത്. പിന്നെ അതിന് ശേഷം കുറേ തവണ എന്താ പറയുക നാശങ്ങളുണ്ടായി. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തു. ഇവിടുത്തെ അന്നത്തെ കിങ്ങും അവർക്ക് വേണ്ടിയിട്ട് താമസിക്കാനുണ്ടാക്കിയ വെക്കേഷൻ ഹൗസാണിത്. ഓക്കെ, ഈ കാസിൽ ഇവിടെ മൊത്തം ഈ ചെറി, പിന്നെ അതുപോലെ തന്നെ കുറേ ഫ്രൂട്ട്സിൻ്റെ ട്രീസ് മൊത്തം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ സൈസ് എന്തൊക്കെയാണ്. ഓക്കെ, അത് ആ സീസൺ കഴിഞ്ഞാണ് കുറച്ച് കുഞ്ഞു ഫ്രൂട്ട്സിനെ കാണിച്ചായിരുന്നു ഞാൻ. പിന്നെ കുറേ ലയൺ ഉണ്ട്, ഭയങ്കരമായിട്ട് ലയണാണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് അതങ്ങനെ വെച്ചിട്ടുണ്ട് കാസിനകത്ത്. ഓക്കെ, സോ അത് ഒരു സിമ്പലാണ്. അതാണ് ഇപ്പോഴും അവിടെ നിന്ന് കാണാൻ കണ്ടോ, 2 ലൈനിൻ്റെ ഇത് സ്വർണ്ണ കളറിലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോറി, നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ അങ്ങനെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ആസ് യൂഷ്വൽ ജപ്പാനിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഞാൻ തന്നെ പറയുകയാണ്, 10 months ബാക്ക് വന്ന് ഇപ്പോൾ വന്നപ്പോൾ ഉള്ള ഡിഫറൻസ്. ഒരു സ്നാക്ക് തൊട്ട് ഞാൻ അവിടെ ചെന്ന് പറയുമായിരുന്നു, കണ്ടോ 90 എന്നൊക്കെ കൊടുത്താൽ എനിക്കൊരു നേരത്തേക്ക് അത് ഒരു കോഫി ഉണ്ട്, അത് മതി. കാരണം ഒരു എന്താ പറയുക, നമ്മൾ ചിക്കൻ്റെ ഒരു ഇതുപോലെ ഫ്രൈ പോലെ വരും ഐറ്റം. ഓക്കെ, സോ ഞാൻ അന്ന് അവിടെ കാണിച്ചില്ലേ, ലോസൻ്റെയും 7-Eleven എല്ലാ ഷോപ്സിലും ഉണ്ട് കേസിൽ. സോ അത് ഇപ്പം 235 ആയി. ആലോചിച്ച് നോക്കിയേ, ഇത് ഇവിടുത്തെ 600 yen ആയിരുന്നു കഴിഞ്ഞ തവണ. ഓക്കെ, ഇപ്പം ഞാൻ വന്നപ്പോഴേ കണ്ട്, ഗൂഗിളിൽ നോക്കിയപ്പം കണ്ട്, ന്യൂസിൽ കണ്ട് 1200 ആയി. ഡബിളായി, എല്ലാം ഡബിളായി. ഞാൻ വെറുതെ പറയുന്നതല്ല. രണ്ടാമത്തെ കാര്യം, ഇത് ഇനിയും കൂടത്തേ ഉള്ളൂ. കാരണം വെച്ചാൽ ഓവർ ക്രൗഡഡ് ടൂറിസം, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു എന്താ പറയുക കൺട്രിയാണ് ജപ്പാൻ. ഓക്കെ, സോ ഓവർ ക്രൗഡഡാണ് എല്ലാ വർഷവും. ഓരോ വർഷവും ഇങ്ങനെ ക്രൗഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു എന്താ പറയുക, അത് ടൂറിസം ഇവിടെ എല്ലാം ടിക്കറ്റ് തൊട്ട് സകലതിനും, എന്തിനു ഞാൻ പറയുന്നില്ലേ, ബോട്ടിൽ വാട്ടർ തൊട്ട് എല്ലാത്തിനും. ബോട്ടിൽ വാട്ടറിനൊക്കെ 10 to 50 yens ഒക്കെ വരെ കൂടി. ഓക്കെ, പക്ഷെ ബാക്കി എല്ലാം ടിക്കറ്റ്സിനാവട്ടെ, എന്താ പറയുക, ഇതുപോലുള്ള മ്യൂസിയംസ് എല്ലായിടവും, ട്രെയിൻ സ്റ്റേഷൻ തൊട്ട് എല്ലാം ഡബിളായി. ഓക്കെ, ഇത് 600 ആയിരുന്നു, ഇപ്പം 1200. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ കാഴ്ച കാസിൽ. ഇപ്പം കൂടി കേട്ടോ. കഴിഞ്ഞ തവണ ഞാൻ ക്യാപ്പും മുണ്ടും ഒക്കെ വെച്ചിട്ടും എന്താ പറയുക, ഇത്തിരി സൺസ്ക്രീൻ കൂടെ ഇടാൻ മറന്നുപോയി. ഇടേണ്ട ആവശ്യം വന്നിട്ടില്ലായിരുന്നു ഇതുവരെ ഇവിടെ. ഓക്കെ, സോ ഇത് തന്നെ കവർ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു.
ഞാൻ 2-3 ഉടുപ്പ് അകത്തിട്ടിട്ടുണ്ട്. അതാ ബുമ്മ പോലെ ഇരിക്കുന്നത്. അല്ലെങ്കിലും ഡുമ്മാണ്. ഓക്കെ, സോ അതാണ് ബോട്ട് പോകുന്നത്. സോ ഇത്രയാണ്, ഇതൊക്കെയാണ് പിന്നെ വിശേഷം. ഇനി ബാക്കി കാസിൻ്റെ വിശേഷം അങ്ങോട്ട് പോയിട്ട് പറയാം. ഇതാണ് സാക്ഷാൽ കാസിൽ. എത്ര ദൂരെന്നാണ് കേട്ടോ. അതായത് നല്ല സക്കൂറായി കൂട്ട് നിൽക്കുന്ന സക്കൂറയ്ക്കിടയിലൂടെ അതും കാണാനൊരു ഭംഗിയില്ലേ. കഴിഞ്ഞ തവണയൊക്കെ മരമായിട്ട് നിൽക്കുകയായിരുന്നു. ഫുള്ള് സക്കൂറ തന്നെ. നോക്ക് കടൽ പോലെ അങ്ങ് നോക്ക്, 2 സൈഡിലും. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു വീഡിയോയിൽ, ഇതൊക്കെ സക്കൂറ മരങ്ങളാണ്, ഇത് ഫ്ലവറിങ് സീസൺ ആകുമ്പോഴത്തേക്ക് എന്താ ഭംഗിയായിരിക്കും എന്നൊക്കെ. ഞാൻ അന്നും ഇതുപോലെ കുറേ പേര് ജോഗിങ് ചെയ്യാം. അന്നും ഒരുപാട് പേരില്ലായിരുന്നു. ഫോറിന് ജോഗിങ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജോഗിങ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, വീഡിയോ പാൻകേക്ക് ഓക്കെ, പാൻകേക്ക്. ഒരു ഇൻട്രസ്റ്റിംഗ് തിങ്ങാണ്. ഇതൊരു പാമ്പോ കൊണ്ടാക്കുന്ന കുട്ടി, എനിക്ക് അത് തന്നെയാണെന്ന് ഓർമ്മയില്ല. പക്ഷേ ഇതൊരു അച്ഛനും മോളും, പക്ഷെ അത് വേറൊരു മോളായിരുന്നു. ഓക്കെ, ഇവര് അച്ഛനും മോളുമായിരുന്നു ഇവിടെ ഉണ്ടാക്കുന്നത്. അതെനിക്ക് വീഡിയോ കാണിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ ദ സെയിം പേഴ്സൺ ഈസ് മേക്കിംഗ് ദാറ്റ് വർക്ക്. എല്ലാം റിപ്പീറ്റ് ആൾക്കാരും റിപ്പീറ്റ്. ഓക്കെ, സോ അതുകൊണ്ട് എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കുറവാണ്. എന്നിട്ട് വീഡിയോ സ്ക്വിഡും പിന്നെ മീറ്റും ഒക്കെ. ഓക്കെ, സോ ഹായ്, യു റിമെമ്പർ മീ, യു റിമെമ്പർ മീ. ലാസ്റ്റ് ടൈം ഞാൻ വിചാരിച്ചു എന്നെ ഓർക്കുന്നില്ല. ഓക്കെ, സോ ഹി ആൾസോ വാസ് ദെയർ ലാസ്റ്റ് ടൈം. So they remember me. Wow, this is great. Okay, Osaka Castle നമ്മൾ ഓർക്കാൻ ആരെങ്കിലും ഉണ്ടെന്നുള്ളത്. ഓക്കെ, സീരിയസ്ലി I'm sure. അത് പാഴ്സലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടോ ഈ ഇറച്ചിയും മീനും ഒക്കെ. അത് സ്കിഡാണ്, സ്കിഡും മീറ്റും വേണം. അതൊക്കെ കൊണ്ടുവന്നുണ്ടോ സപ്ലൈ ചെയ്യും ഈ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട്. സോ മേക്കിംഗ് ഐ ഡോണ്ട് ബിലീവ് ആക്ച്വലി ഇത്രയും മാസങ്ങളല്ല, എന്ത് ആയിക്കോട്ടെ. ഒരു ദിവസം ഞാൻ പറയത്തില്ല, ഇവിടെ ഓരോ ഡെസ്റ്റിനേഷനിലും വരുന്നത് ലക്ഷക്കണക്കിന് ജനമാണ്, ലക്ഷക്കണക്കിന്. ഓക്കെ, സോ എന്നിട്ടും എന്നെ ഓർത്തിരിക്കുന്നു. ഞാൻ വിചാരിച്ചു, കാരണം എൻ്റെ ഒരു അവരുടെ വീഡിയോസൊക്കെ ഉണ്ട്. ഓക്കെ, അത് ഇതിനകത്തൊന്നും ഇല്ല, ഫോണിൽ നിന്നെല്ലാം മാറ്റിയിട്ടുണ്ട് വന്ന്. ഓക്കെ, സോ ഞാൻ വേറെ എവിടെ വെച്ചായിരുന്നു, എവിടെയോ വെച്ച് അത് ഓക്കെ, ഹോട്ടലിൽ വെച്ചാണെന്ന് പറയാം. ഇത് പബ്ലിക്ക് എത്ര പേര് അവർ മുഖം പോലും നോക്കാതാണ് അവർ എന്താ പറയുക ആൾക്കാർക്ക് ഇത് കൊടുക്കുന്നത്. ഓക്കെ, സോ അവിടെ എന്നെ ഓർക്കുക എന്ന് പറഞ്ഞാൽ വാട്ട് ടു സേ. ഇറ്റ് ഹാപ്പൻസ് ഇൻ ജപ്പാൻ, only in Japan.
പാരീസ് പോലെ എല്ലാവരും തിരിച്ചറിയില്ല. ഓക്കെ, സോ ഇവിടുത്തെ പാർക്ക്, ഇവിടുത്തെ എല്ലാ പാർക്കിനും ഏത് സീസണിലും അങ്ങനെ ഒരുപോലെ ഒന്നുമില്ലായിരുന്നു. ഞാൻ കുറേ വീഡിയോസ് എടുത്തു കുട്ടികളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നതും ഇത് റെസ്റ്റ് എടുക്കുന്നതും ഒക്കെ. പക്ഷേ ഇത് ഫുള്ള് എന്താ പറയുക, ഇന്ന് വയ്യോളം അവരിങ്ങനെ വന്ന് എന്താ പ്ലാസ്റ്റിക് ഷീറ്റ്സ് കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് വന്ന് കണ്ടോ ഇവിടെ തീറ്റയും കുടിയും എല്ലാമായിട്ട് അങ്ങനെ സമയം എൻജോയ് ചെയ്യും. നമുക്ക് പറ്റാത്തതും അതാണ്. ഈ പറയുന്ന ഇത്രയൊക്കെ ഞാൻ ഓടുന്നെങ്കിലും ഒന്ന് മനസമാധാനത്തോടൊന്നും ഇരുന്നുണ്ട്. കുഞ്ഞ് ന്യൂ ബോൺ ബേബി വരുന്നുണ്ട് കണ്ടോ, അത് ഞാൻ വെറുതെ പറയുന്നതല്ലേ. സോ ഇത്രയും ഇതുപോലെ എന്താ പറയാ ഇത്രയും ജനം വരുന്നിടത്ത് ഐ എം സോ ഹാപ്പി someone is remembering me. Remember me. So സൂപ്പർ. ഇപ്പം എങ്ങും പോകണം ഫുൾ ബ്ലൂമായി. അപ്പം അത് തന്നെ ബ്ലൂമിൻ്റെ ഇതൊക്കെ ആദ്യം ഇതായതൊക്കെ പൊഴിഞ്ഞു തുടങ്ങി കേട്ടോ. പക്ഷെ എല്ലാം ഫുള്ള് ഒരു ലീഫ് പോലും ഇല്ലാതെ എല്ലാം ഇങ്ങനെ ഒക്കെ ഉണ്ട്. കുഞ്ഞു ലീഫുണ്ട്, ലീഫാണ് എന്നാലും ഫുള്ള് ബ്ലൂമായി കണ്ടോ. അത് ഫുള്ള് പറഞ്ഞാൽ കടൽ പോലെ കാണിക്കാൻ. സീ കണ്ടോ. ഗ്യാസിൻ്റെ ചുറ്റും 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം നിർമ്മിച്ച സാധനങ്ങളാണ് ഇതൊക്കെ. അന്നോട്ട് വയ്ക്കുന്ന മരങ്ങളൊക്കെയാണ്. അവർ എത്ര തവണ ഏറ്റവും കൂടുതൽ റൂയിനായ കാസിലാണിത്. ഓക്കെ, ഒരുപാട് എന്താ പറയുക ഫയറും ഇതും ഒക്കെ ആയിട്ട് ഒത്തിരി സർവൈവ് ചെയ്ത ഒരു കാസിലാണ് ഒസാക്ക കാസിൽ. വൺ ഓഫ് ദ ഫസ്റ്റ് കാസിൽ ഇൻ ദിസ് ജപ്പാൻ. സോ ബ്യൂട്ടിഫുൾ, such a beautiful view.用你下去，这几个手指下去，所以这个高就有人懂的。അവിടെ മേളില് ടോപ്പിൽ നിൽക്കുന്നുണ്ട് ആൾക്കാരൊക്കെ. വളരെ കുഞ്ഞായിട്ട് കാണാം. ഇത് കാരണം ഇതിന്റെ ഇത്രയും കഴിഞ്ഞിട്ട് കാസിലിന് മാത്രം ഹൈറ്റാണ് ഞാൻ പറയുന്നത് 56 മീറ്റർ. ഓക്കെ, സോ അവിടെ നിന്ന് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ 4 ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് 4 പോർഷനിലും നമുക്ക് നല്ല വ്യൂസാണ്, ഡിഫറെന്റ് വ്യൂസാണ്. അതാണ് ഇതിനകത്ത് മെയിൻ അട്രാക്ഷൻ. ഓക്കെ, സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സലന്റ് വ്യൂ. സി പിന്നെ അതിൻ്റെ ആ സ്വർണ്ണ മകുടം ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ ആ ഭാഗത്തുകളാണ് പഠിക്കുന്നത്. അതുമൊക്കെ കുറേ കൂടെ വ്യക്തമായിട്ട് കാണാം. അവിടെ നിറയെ ഗ്രില്ലിനകത്ത് കുഞ്ഞു കുഞ്ഞു തല കാണാം. ജനമൊക്കെ നിൽക്കുന്നുണ്ട്. നോക്കട്ടെ, അന്നത്തെ കണക്ക് ഇത്ര ഞങ്ങളന്ന് ക്യൂ സ്കിപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ ഇവിടെ എനിക്കിവിടെ ഒരു കൊറിയൻ ഫ്രണ്ട്സിനെ കിട്ടി, ഫാമിലി ഒക്കെ. പുരം ഇപ്പം അവളെ ഓർക്കണം. പുരം എൻ്റെ ഹസ്ബൻഡ്
നമ്മള് ലാസ്റ്റ് മൊമെന്റിൽ വേണ്ട ഇവിടുന്ന് അങ്ങ് വരുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും കയറത്തില്ല. കാരണം എനിക്ക് വയ്യ, എത്രയും ക്യൂവേ. അന്നും ഇതേപോലെ വെയിലത്ത് ഇതാ നിൽക്കുന്ന. കാരണം അത്ര ഓൺലൈനിൽ എടുത്തില്ല ഞാൻ. കാരണം ഏത് ദിവസം എപ്പോൾ വരണമെന്നൊന്നും തീരുമാനിക്കാഞ്ഞുകൊണ്ട്. പക്ഷെ അന്ന് ഒരു QR കോഡ് പെട്ടെന്ന് നമ്മൾ സ്കിപ്പ് ചെയ്തതല്ല, ഇത് കൊണ്ടുവന്ന് ഒരു സെക്യൂരിറ്റി കൊണ്ടുവന്ന്. അപ്പോൾ അവരെടുത്ത ആ കൂട്ടത്തിൽ പെട്ടെന്ന് ഞാൻ അവരുടെ എടുത്തിട്ട് പിന്നെ ഞാൻ അവർക്ക് പൈസ ചെയ്യുമായിരുന്നു. പെട്ടെന്ന് ചെയ്യാൻ എന്തോ ഒരു ആപ്പ് എടുത്തിട്ട് നമുക്ക് ഇത് എവിടെ അങ്ങേ അറ്റം വരെ ഉണ്ട്, അങ്ങ് വരെ ഉണ്ട് വെയിലത്ത്. നമുക്ക് ഇത്രയും ജനം കണ്ട ഹാസിൽ കാണാനാണ്ട ക്യൂ ആണ് കാണുന്നത്, ബാക്കിയുള്ള ജനമല്ല. ഇവിടുന്ന് അങ്ങോട്ടാണ് ക്യൂ. ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞ് പോകും. നോക്കട്ടെ, ഇവിടെ വരെ വന്നതല്ലേ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ കാണാം. അങ്ങനെയെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് കനിയണേ. ഓക്കെ, അങ്ങനരുണ്ട്. നല്ല വെയിലും ക്യാപ്പും ഇല്ല. നല്ല വെയിലുണ്ട്. കഴിഞ്ഞ തവണത്തെ തന്നെ ക്യാബൊക്കെ ഉണ്ടായിരുന്നു. ക്യാബ് ഗ്രൂപ്പൊന്നും ഇല്ല. അതിൻ്റെ കൂടെ എന്താ പറയാ, ഓൺലൈൻ ടിക്കറ്റിന് 500 yen കുറവുണ്ടായിരുന്നു. അത് മാത്രമല്ല, കുറച്ച് ക്യൂവും പെട്ടെന്ന് തീർന്നത്. ഓക്കെ, ഇവിടെ വന്നിട്ടാണ് ആൾക്കാർ. ഞാനും പറഞ്ഞില്ല, അന്ന് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി വന്നത്. ഇനിയോട്ട് കിട്ടുമല്ലോ ഓൺലൈൻ കഴിഞ്ഞു. ലാസ്റ്റ് ടൈം അങ്ങനെ നമ്മൾ നിന്നപ്പം തിരക്കൊന്നും ഓൺലൈൻ ഫോണായിരുന്നു. അപ്പോഴത്തേക്കാണ് നമുക്ക് കിട്ടിയത്. കൊറിയൻ ഫാമിലി സീരിയസ്ലി. പിന്നെ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് കുടിയും പിടിച്ച് പോകുന്നുണ്ടായിരുന്നു ഒരാൾ. നോർത്ത് ഇന്ത്യൻ ഗ്രൂപ്പാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ, 20-25 ചെറിയൊരു ഗ്രൂപ്പാണ്. ആലോചിച്ച് നോക്കിയേ, അവർക്ക് ഒരു ടിക്കറ്റിന് 100 രൂപ ചെറിയ ഇതാകും. ഓക്കെ, ഓഫ്കോഴ്സ് അവരൊരു പാക്കേജ് ഒരു ഡേ 1 ഡേ ഒക്കെ ഭയങ്കര പ്രൈസാണ് അവരുടെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്. ഓക്കെ, സോ ഒരു 25 പേരുണ്ടെങ്കിൽ തന്നെ അത്രയും പൈസ 500 വെച്ച് കൂട്ടിക്കും. അങ്ങനെയൊക്കെയാണ് പാക്കേജുകാർ ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, സീറ്റ് മൊത്തം ഫ്രാൻസസ് തുടങ്ങും. സീരിയസ്ലി മിനിമം 30 മിനിറ്റ്സ് നിൽക്കണം. അത് എപ്പോഴും അതെ. എനിക്കത് ബെനിഫിറ്റ് ചെയ്യേണ്ട. ഇപ്പം ഇത് ഡയറക്റ്റ് ഇത്ര വെയിൽ, ഓക്കെ, ഇത്ര ചൂട് ഇതുവരെ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ്. അതായത് സമ്മർ തുടങ്ങിയ പോലെ. എനിക്ക് തണുപ്പിനേക്ക് കഷ്ടമാണ്. വെയില് ഞാൻ എപ്പോഴും പറയാം, സണ്ണ് അത് ഞാൻ എപ്പോഴും ക്യാപ്പ് വെച്ച് നടക്കണം. സണ്ണ് മതിയൊക്കെ കരിഞ്ഞു. ഓക്കെ, സോ ഐ തിങ്ക് ഹാവ് ടു മൂവ് ദിസ് വേ. ഓക്കെ, sorry. Ticket. We are going castle inside. It's the staircase. You can see. ക്യാസിന്റെ അകത്തോട്ട് പോവാണ്. ഓക്കെ, പുറത്തുള്ള ക്രൗഡ് കണ്ട. അത് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനും അല്ലാത്ത സ്റ്റുഡൻസിനും 600 തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര പ്രിഫറൻസ് ഉണ്ട്. പിന്നെ ചെറിയ കുട്ടികൾക്ക് ടിക്കറ്റില്ല, ഫ്രീ.
അല്ലെങ്കിൽ കിഡ്സിൻ്റെ 600 തന്നെയാണ് ചാർജ്. ഓക്കെ, ഇനി നമ്മൾ ഗ്യാസിൻ്റെ നിങ്ങൾ ആദ്യം കാണുന്നു, ഞാൻ സെക്കൻഡ് ടൈം കാണുന്നു. ഓക്കെ, ഇവിടെ ഉണ്ട് കുറേ ക്യൂ. ഇപ്പോഴത്തെ ക്യൂ എലിവേറ്ററിൽ പോകാൻ. എലിവേറ്റർ നേരെ 5th ഫ്ലോറിലോട്ടാണ് പോകുന്നത്. അത് എക്സസൈസ് ആണെങ്കിൽ ഇതിലേ പോകാം. നമ്മൾ എക്സസൈസ് ചെയ്യാൻ പോകും. എലിവേറ്ററാണ് ലോങ് ക്യൂ നിൽക്കണമെന്നൊക്കെ സെക്യൂരിറ്റി പറയുന്നു. ഓക്കെ, elevator is long queue. Exercise is very easy, not easy to climb. സ്റ്റെപ്സ് ആണ്, സ്റ്റീപ്പി അല്ല, ചെറിയ സ്റ്റെപ്സ് ആണ് ഒരാൾക്ക് അറ്റേട്ടോ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ലയർ.新米のお前さんは知らんだろうが、この後ろの地に毎日5万の人が働いておるんだぞ。その間が離れるのか。この後ろは本当にこれほどの後ろは関係あると思ってたらお前കാണിക്കുന്നത് കണ്ടോ. എത്ര വർഷം മുമ്പ് വേറെ ഒരു ഫെസിലിറ്റി ഇല്ലാത്ത സമയത്ത് അവര് അത്രയും ആൾക്കാർ, അത്രയും വലിയ പാറ, ഓരോരോ സ്റ്റോൺസ് ആണ് അതൊക്കെ. എത്രയോ മില്യൺസ് സ്റ്റോൺസ് ഉണ്ടത്. മറന്നുപോയി എൻ്റെ നമ്പര്. അല്ലാതെ കൊണ്ട് വെറുതെ ഉണ്ടാക്കിയത്. അതിന്റെ ഓരോ സ്റ്റെപ്പുമാണ് അവിടെ. ഓരോ ഫ്ലോറിനും ഓരോരോ ഇതാണ്. ഇതിനെക്കുറിച്ച് കാസിലിനെ കുറിച്ചുള്ള മേക്കിംഗ് വീഡിയോസ് ഒക്കെയാണ്. ഓക്കെ, അത് പഴയ അതിൻ്റെ അത് നമ്മൾ ഇങ്ങനെ കാണിക്കും, മോണിറ്ററിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇത് ഓരോ ഫ്ലോർ. നമ്മളിപ്പോൾ 8th ഫ്ലോർ എത്തി. ഓക്കെ, 8th ഫ്ലോറിലെത്തി. സോ ദിസ് ഇസ് 8th ഫ്ലോർ.
പനോരമിക്ക് വ്യൂ. നല്ല പീസ്. ഇത് വെസ്റ്റ് സൈഡിലാണ് ഞാൻ വന്ന് കയറിയത്. ഓക്കെ, സോ 4 വശമുള്ള വ്യൂ. വെസ്റ്റ് സൈഡില് ഒരു കെട്ടിടങ്ങളൊക്കെയാണ്. ഓക്കെ, സോ ആൾക്കാർ നല്ല കാണിക്കാം. ആണ് ബോട്ട് പോകുന്നു. ഞാൻ പറഞ്ഞില്ല ആ ബോട്ട് കണ്ടോ. ബോട്ട് പോകുന്ന കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ല. ഇത് വെസ്റ്റ് സൈഡ് ഓരോ ഇതിലും ഇങ്ങനെ നമ്മളെ 8 ഫ്ലോറിൽ ഇങ്ങനെ ഇറങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പം 4 ദിവസത്തെയും കാഴ്ചകൾ കണ്ടിട്ട് സോ നമ്മൾ അടുത്ത തന്നെ താഴോട്ട്. ഇതാണ് ഒസാക്ക കേസിന്റെ അകത്തെ വിശേഷങ്ങൾ. പുറത്ത് നല്ല ചൂട്, പുറത്ത് ചൂടില്ല, പക്ഷെ നല്ലോണം ബാധിക്കുന്ന. ഓക്കെ, ഞാൻ ജ്യൂസും വെള്ളം എല്ലാം മേടിച്ച് ഫ്രിഡ്ജിൽ വെപ്പിച്ചിട്ട് ആസ് യൂഷ്വൽ അവിടെ വെച്ചിട്ട് പോയി. എനിക്ക് അങ്ങനെ ശീലിക്കുന്നതേയില്ല, ഒരു സാധനം എടുക്കത്തില്ല. ഇന്നലെ ഓർത്ത് ഇന്നോ എവിടെ പോകണമെങ്കിൽ എടുക്കണം, കുറച്ച് ജ്യൂസ് എടുത്ത് വയ്ക്കണം. ഒന്നും എടുത്ത് വെച്ചിട്ടില്ല, തൊണ്ട വരളുന്നു. കാര്യം ആ വെയിൽ ഭയങ്കര വെയിലായിരുന്നു. അപ്പം നട്ടുച്ചയായിരുന്നു. സോ ഓക്കെ, നമുക്ക് വിശേഷങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇവിടാണ് ഇവിടെ കോയിൻ മേക്കിംഗ് ഉള്ളത്. ഓക്കെ, സി ഒസാക്ക കാസിൽ മെമ്മോറിയൽ മെഡൽ. ഹായ്, ഇറ്റ്സ് ഓക്കെ. സോ അവിടുന്ന് കോയിന് ഇവിടുന്ന് പൈസ പാന് ഇവിടെ ഇട്ടിട്ട് പിന്നെ നമുക്ക് ഇതിങ്ങനെ കറങ്ങി 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 വരും. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അന്നേരം നമുക്ക് ഇഷ്ടമുള്ള എന്താ പറയുക പേരോ എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യാം, നമുക്ക് എഴുതാം, അപ്പം കിട്ടും. ഹൗ ടു യൂസ് ഷോ. Yeah. Insert coin. Tens only. That's our base. Only tens only can here, and we have to put that only tens only if you accept. Okay. Sorry. Oh. 1 10.
Okay, wait. Second middle. Okay, second middle. Okay. Then they have to put it neat. Yeah. It will round like this. Oh, yeah. Yeah. Now I have to. Our channel. This is my channel. Started now. Yes. My mother had to come over. No. You can zoom it. You can see. Thank you. Bye. This is our castle. ഈ ലൈനാണ് ഒസാക്ക ക്യാസിൽ This is the lions, they are protecting the castle, okay? It's like a 19 something, it's a limited cylinder. This one is a lion protecting them, okay? She was Rio, okay. She took my photos and videos, okay, see? So awesome. This is what. Okay, signing off from the castle. Bye. Next day. Okay, thank you. So, അറ്റ ഗ്ലാൻസിലായിട്ട് അടുത്തോട്ട് വരെ കണ്ടു ഒരു നിമിഷം. പിന്നെ ഫുൾ ഇരുട്ട് കേട്ടോ, ഒന്നും കാണാൻ വയ്യ. പക്ഷെ ഓഹന്റെ ബെൽറ്റ് സോ നല്ല കൂളിംഗ് എഫക്റ്റ്. പുറത്ത് നല്ല തണുപ്പ്, പക്ഷെ നല്ല കൂളിംഗ് എഫക്റ്റ്. ഓക്കെ, സോ വി ഹാവ് ടു. ഓക്കെ, ബൈ.